എന്നെ എല്ലാവർക്കും അറിയാമല്ലോ. എൻ്റെ ഞാൻ കൊടകര നിവാസിയാണ്. നിങ്ങളെല്ലാവരും പലരും എന്നെ കണ്ടിട്ടുണ്ടോ? കാരണം ഞാൻ കൊടകരയിലെ ജനസേവക കേന്ദ്രം CSC സെൻറ്റർ നടത്തുന്ന ഒരാളാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും പല സേവനങ്ങളും ഞാൻ വഴി ചെയ്യാറുണ്ട്. ലോണായാലും പല കാര്യങ്ങളിലും നിങ്ങളെ സഹായിക്കാറുണ്ട്. അപ്പോൾ എൻ്റെ ജീവിതത്തിലെ എൻ്റെ കുഞ്ഞു ക്ഷേത്രം കണ്ടോ ബാക്കിൽ, അതിലേക്ക് എത്തിയത് ഒരുപാട് കഷ്ടപ്പെട്ടാണ്, ഞാൻ പറയാം. അപ്പോൾ അതിൻ്റെ ഒരു തിരുവുത്സവമാണ് മാർച്ച് 14-ാം തീയതി. അപ്പോൾ അതിനൊപ്പം തന്നെ നവചണ്ഡിക ഹോമം നടത്തുന്നുണ്ട്. അങ്ങനെ ഒരു വേദി എനിക്ക് ദൈവം സഹായിച്ചു തന്നു. ദൈവമാണ് എനിക്ക് തന്നത്, അല്ലെങ്കിൽ ദൈവം എന്നെ എത്തിച്ചു നവചണ്ഡിക ഹോമത്തിൽ. എങ്ങനെയാണ് ഇതെത്തിയത്? അതിന് കുറച്ച് പറയാനുണ്ട് എൻ്റെ ലൈഫിൽ. കാരണം ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ഒരു കൊച്ചിയിൽ വളർന്ന ഒരാളാണ്. സിനിമയും ഇതൊക്കെ ആയിട്ട് ലൈഫായിട്ട് അടിച്ചു പൊളിക്കുന്ന ഒരു സാധാരണ ഒരു പയ്യൻ. പക്ഷേ എൻ്റെ ലൈഫിൽ പെട്ടെന്ന് ചേഞ്ചസ് വന്നു. എൻ്റെ അച്ഛൻ കൊച്ചിയിൽ വർക്ക് ചെയ്യുന്നതാണ്. അങ്ങനെ പതുക്കെ കൊടകരയിലേക്ക് എത്തി. അങ്ങനെ ഇവിടെ വീട് പണിത് ഞങ്ങളിവിടെ സെറ്റിലായി. പക്ഷേ ഇങ്ങനൊരു ലൈഫ് ഇങ്ങോട്ട് വരുമെന്ന് ഞാൻ പ്രതീക്ഷയും കൂടെ ഇല്ല, ഈ ഒരു സ്പിരിച്വാലിറ്റി ലൈഫിലേക്ക്. ഞാൻ എങ്ങനെ പറയാം, എൻ്റെ വീട്ടിൽ പെട്ടെന്ന് ഞങ്ങളുടെ ലൈഫിൽ ഒരുപാട് പ്രശ്നങ്ങളായി. ഞാൻ ആദ്യം അതിനു മുമ്പ് എൻ്റെ ലൈഫ് നോർമൽ ഭക്തിയായിരുന്നു. നമ്മളെല്ലാവരും പറയുന്ന പോലെ അമ്പലത്തിൽ വഴിപാടും പൂജകൾ കഴിക്കുന്ന ജ്യോത്സ്യന്മാർ, ഈ ഒരു രീതിയിൽ തന്നെയാണ് ഞാൻ മുന്നോട്ട് പോയത്. പക്ഷേ എൻ്റെ ലൈഫിലൊന്നും നടന്നിട്ടില്ല. ഒരുപാട് പ്രശ്നങ്ങളൊക്കെ എൻ്റെ ലൈഫിലേക്ക് വന്നു. അങ്ങനെ ഇതിൻ്റെ ഇടയിൽ എൻ്റെ ഫുള്ളായിട്ട് ഞങ്ങളുടെ ഫാമിലിയിൽ പല പ്രശ്നങ്ങളും കടന്നു വന്നു. ഹോസ്പിറ്റലിൽ, അതായത് എൻ്റെ അമ്മ ഹോസ്പിറ്റലായിട്ടായി, അമ്മൂമ്മയ്ക്കായി, ഞാനും, അങ്ങനെ മിക്കവാറും ഹോസ്പിറ്റൽ പ്രശ്നങ്ങളായിട്ട് മുന്നോട്ട് പോയിരുന്നു. അങ്ങനെ ഞങ്ങളൊരു ദിവസം ലാസ്റ്റ് ഗതികെട്ട് പ്രശ്നം വെച്ചു. അങ്ങനെ കൈമുക്കിലെത്തിയപ്പോൾ പറഞ്ഞു, എവിടെയോ ഒരു സ്ഥലത്ത് നിങ്ങളുടെ ദേവി വിഗ്രഹം ചിതറി കിടക്കുന്നുണ്ട് മണ്ണിൻ്റെ അടിയിൽ, അങ്ങനെയാണ് കാണപ്പെടുന്നു പറഞ്ഞു. നിങ്ങളുടെ വീടിന് പുറത്ത് കാവലായിട്ട് വീരഭദ്രൻ സ്വാമി ഉണ്ടെന്ന് പറഞ്ഞു. ഒരുപാട് മൂർത്തികളും അതിനൊപ്പം ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ നിങ്ങളൊന്നെങ്കിൽ എന്തെങ്കിലും ഒരു പരിഹാരം കാണണമെന്ന് പറഞ്ഞു. പക്ഷെ എനിക്കറിയില്ല എന്താ ചെയ്യേണ്ടത്. കാരണം എല്ലാവരും പുരോഗമന ലൈഫാണ്. അപ്പോൾ എനിക്കൊന്നും അറിയില്ല. എല്ലാവരും പറഞ്ഞാൽ എല്ലാവരും പറയും, നിനക്ക് വട്ടാണോ, ഇതൊക്കെ ഉണ്ടാക്കാൻ ചിലവാണ് അമ്പലം ഉണ്ടാക്കാൻ. അപ്പോൾ എനിക്കറിയില്ല ഇതൊക്കെ എങ്ങനെ പൂർത്തിയാക്കുമെന്ന് വരെ എനിക്ക് ഇന്ന് വരെ അറിയില്ല. 15 വർഷം മുമ്പുണ്ടായ ഒരു കഥയാണിത്. അപ്പോൾ എന്ത് ചെയ്യണമെന്ന് വരെ അറിയാത്ത ഒരാളായി ഞാൻ. അപ്പോൾ ഞാനതിനൊപ്പം എന്ത് ചെയ്യണമെന്ന് അറിയാതെ ഇരുന്നൊരു സമയത്ത് ഒരു മാസം ഇങ്ങനെ കടന്നുപോയി. അങ്ങനെ എൻ്റെ അച്ഛന് പെട്ടെന്ന് പനി ബാധിച്ച് ഈ ഒരു മാസമായിട്ട് ഞാനും വീണ്ടും ഹോസ്പിറ്റലൈസ്ഡ് ആയിരുന്നു. അങ്ങനെ പെട്ടെന്ന് എൻ്റെ അച്ഛന് ഒരു പനിയായിട്ട് ഞങ്ങൾ ഹോസ്പിറ്റലിലെത്തി. പെട്ടെന്ന് അച്ഛന് ആ സമയത്ത് എന്നെ ഡ്രൈവിംഗ് പഠിപ്പിക്കുന്ന ഒരാളുണ്ടായിരുന്നു എനിക്ക്. ആൾ ഡ്രൈവിംഗ് പഠിപ്പിക്കാൻ വന്ന് എന്നെ സഹായിക്കണം ഒരു കൂട്ടുകാരൻ, ഒരു ഫ്രണ്ട് എന്ന് പറയാം. അല്ലെങ്കിൽ അപ്പോൾ ആളെന്നെ ഡ്രൈവിംഗ് പഠിപ്പിക്കുന്നു. ആളൊരു തിരുമേനിയായിരുന്നു. അപ്പോൾ എൻ്റെ അച്ഛൻ ഹോസ്പിറ്റലൈസ്ഡ് ആയപ്പോൾ അച്ഛനിവിടെ കിടക്കുന്നു, ഞാനിവിടെ ഇരിക്കുന്നു ഈ സൈഡിലായിട്ട്. ഞാൻ ആളെ വിളിക്കുന്നു. അതായത് ഞാൻ വീണ്ടും ഹോസ്പിറ്റലൈസ്ഡ് ആയി. എന്തൊക്കെ ഒരു വർഷമായിട്ട് എനിക്കില്ല, എൻ്റെ ലൈഫിൽ ഒരു കാര്യം എനിക്ക് മുന്നോട്ട് പോകുന്നില്ല. എങ്ങനെ ജീവിക്കണമെന്ന് അറിയുന്നില്ല. മിക്കവാറും ഹോസ്പിറ്റലാണ്. എന്ത് ചെയ്യണമെന്ന് പറയാൻ എനിക്കറിയില്ല. അപ്പോൾ ആൾ പറഞ്ഞു, ഒരു മാസമായില്ല പ്രശ്നം വെച്ചിട്ട്, ഇനിയും നിങ്ങൾ പരിഹാരം കണ്ടെത്തില്ലെങ്കിൽ അത് പ്രശ്നമാവുമെന്ന് പറഞ്ഞു. പക്ഷേ ഈ ഓൺ സ്പോട്ട് എൻ്റെ അച്ഛനെ ഓർമ്മശേഷി പോയി. എന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഞാൻ അവസാനം ആകെ ടെൻസ്ഡായി. അമ്മാവനെയും എൻ്റെ കുടുംബക്കാരെ എല്ലാവരും വിളിച്ചു, അച്ഛന് ഓർമ്മശേഷി പോയെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഡോക്ടേഴ്സ് വന്ന് CT സ്കാനും MRI സ്കാനിലേക്ക് പോകുന്നു. എന്ത് ചെയ്യണമെന്ന് എനിക്ക് അറിയുന്നില്ല. ആകെ തലക്ക് ഭ്രാന്ത് പിടിക്കുക, എന്താ ചെയ്യണമെന്ന് അറിയാത്ത അവസ്ഥയിൽ. അപ്പോൾ ഞാൻ ആ സമയത്ത് ലാബിൻ്റെ ബാക്കിലാണ് ഞാൻ നിൽക്കുന്നത്, ഫ്രണ്ടിലായിട്ട് ഈ സൈഡിൽ. അപ്പോൾ ഞാൻ ആ സമയത്ത് മുന്നോട്ടില്ല. കാരണം എൻ്റെ ലൈഫ് എൻ്റെ അച്ഛനാണ് എൻ്റെ കുടുംബം നോക്കുന്നത്. അപ്പോൾ എനിക്ക് എങ്ങനെ മുന്നോട്ട് പോകണമെന്ന് അറിയില്ല. ഞാൻ ആ സമയത്ത് മനസ്സുരുകി ഞാൻ പ്രാർത്ഥിച്ചു. ഒരേ ഒരു കാര്യമേ പറഞ്ഞിട്ടുള്ളൂ, ഇങ്ങനൊരു ദൈവം ഉണ്ടെങ്കിൽ അത് ഞാൻ കുടിയിരുത്തും എൻ്റെ അമ്മയായിട്ട് എൻ്റെ വീട്ടിൽ. എനിക്ക് അമ്പലം ഉണ്ടാക്കാനുള്ള പൈസയോ ഒന്നും എനിക്കില്ല. ഞാൻ കുടിയിരുത്തും എൻ്റെ വീടിൻ്റെ ഉള്ളിൽ എൻ്റെ അമ്മയായിട്ട്. പക്ഷെ എൻ്റെ അച്ഛന് ഓർമ്മശേഷി ഇപ്പോൾ വരണം. ഞാനിങ്ങനെയൊന്ന് പറഞ്ഞു. പക്ഷേ അപ്പം തന്നെ ആ ലാബറട്ടറിയിൽ നിന്ന് MRI സ്കാൻ സ്ഥലത്ത് നിന്ന് ഒരു അറ്റൻഡർ വന്നു. അത് എനിക്കറിയാവുന്ന ഒരാളാണ്. ആൾ കൊണ്ടുവന്നു, എൻ്റെ അച്ഛന് ഓർമ്മ വന്നെന്ന് പറഞ്ഞു. ഞാൻ ഡോക്ടേഴ്സിനോട് ചോദിച്ചാൽ എന്താ എൻ്റെ അച്ഛനെ പറ്റിയത് അപ്പോൾ ഇതിൻ്റെ ഇത്ര നേരം. അപ്പോൾ എല്ലാവരും പല കാരണങ്ങളും പറഞ്ഞു. ആർക്കും കൃത്യമായിട്ട് ഉത്തരമില്ല, ഒരു യഥാർത്ഥ ഉത്തരമില്ലാതെ അത് കടന്നുപോയി.
അങ്ങനെ പിറ്റേ ദിവസം ഞങ്ങൾ എല്ലാവരും തിരിച്ച് ഹോസ്പിറ്റലിൽ നിന്ന് വീട്ടിലേക്കെത്തി. ഒരു വർഷത്തിൻ്റെ കാലഘട്ടത്തിന് ശേഷം, ആ ഒരു തീരുമാനത്തിന് ശേഷം. അങ്ങനെ ഞാൻ എന്താ ചെയ്യണമെന്ന് അറിയില്ല. വിഗ്രഹം മേടിക്കണോ, എങ്ങനെ ചെയ്യുക, എങ്ങനെ പ്രതിഷ്ഠിക്കണം എന്നൊന്നും അറിയില്ല. അങ്ങനെ ഞാൻ തിരുമേനിയോട് പറഞ്ഞു, എനിക്ക് വിഗ്രഹം ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പോൾ ആൾ പറഞ്ഞു ഭഗവതിയായിട്ട് ഇരുത്തണം എന്ന് പറഞ്ഞു. അപ്പം അന്ന് രാത്രി ഞാൻ കിടന്നുറങ്ങി. അന്ന് രാത്രി സ്വപ്നത്തിൽ എനിക്ക് പതിഞ്ഞു ഒരു ശിവനെ ചവിട്ടി നിൽക്കുന്ന കാളിയുടെ രൂപം. അപ്പോൾ അത് ഞാൻ ആളോട് ഫോൺ വിളിച്ച് പറഞ്ഞപ്പോൾ അത് വേണ്ട വേണ്ട എന്ന് പറഞ്ഞു. നമുക്ക് രാഹുൽ, എനിക്കിപ്പോൾ സമയമില്ല, പൂജ നടക്കുകയാണ് അമ്പലത്തിൽ, നീ ഇപ്പോൾ പിന്നെ വിളിക്ക്. എനിക്കാണെങ്കിൽ ആ സമയം ടെൻസ്ഡാണ്. കാരണം എൻ്റെ അച്ഛന് ഓർമ്മ വന്ന അതുകൊണ്ടല്ല, അപ്പം എങ്ങനെയും കൊണ്ടുവെക്കണത് ടെൻഷനിലാണ്. ഞാൻ എന്താ ചെയ്യുക? അങ്ങനെ ഞാൻ വൈകുന്നേരം വരെ അത് കാത്തിരുന്നു. അങ്ങനെ ഞാൻ ആളുടെ അമ്പലത്തിലെത്തി. അപ്പോൾ ആൾ പറഞ്ഞു ഞാൻ എന്താ ചെയ്യുന്നത്. അപ്പോൾ ആൾ പറഞ്ഞു, രാഹുലിന് എന്താണ് യുക്തി അതുപോലെ ചെയ്യുക, അതാണ് ദൈവയുടെ തീരുമാനം. ഞാൻ പറഞ്ഞു, എന്താ അപ്പോൾ തിരുമേനി എന്താ എന്നോട് ഭഗവതിയായിട്ട് വെക്കണം എന്നല്ല പറഞ്ഞത്, രാഹുലിന് എന്താണ് യുക്തി അതുപോലെ ചെയ്യുക, അതാണ് ദേവിക്കും താല്പര്യം. അങ്ങനെ ഞാൻ ശിവനെ ചവിട്ടി നിൽക്കുന്ന കാളി രൂപത്തിൽ വെക്കാൻ തീരുമാനിച്ചു. അങ്ങനെ അതിനുവേണ്ടി അന്വേഷണം നടന്നു. എനിക്ക് എൻ്റെ കൺമുമ്പിൽ എൻ്റെ സ്വപ്നത്തിൽ കണ്ട അതേ വിഗ്രഹം കിട്ടണം. എന്നോടിപ്പോൾ ദേവി പറഞ്ഞതെന്ന് വെച്ചാൽ, രാവിലെ പോർക്കാളിയായിട്ട് പൂജിക്കണം, പിന്നീട് ദുർഗിയായിട്ട് ഭവിക്കും, രാത്രി മഹാകാളിയായിട്ട് ഭവിക്കും. കാരണം ഇരുട്ടാണല്ല, രാത്രി ഇരുട്ടിലെത്താണ്. കാരണം രാവിലെ പ്രകാശത്തിലൂടെ വന്ന് നമ്മുടെ ജീവിതം അതേപോലെ തന്നെയല്ലേ. രാവിലെ നമ്മൾ യുദ്ധത്തിന് പുറപ്പെടുന്ന കാളിരൂപം, അത് കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ലൈഫ് ഇതായി സ്റ്റേബിളായി. പിന്നെ നമ്മൾ അവിടെ ജീവിക്കാണ്. രാത്രി വരെ നമ്മൾ മുന്നോട്ട് പോവാണ്, നമ്മുടെ കുടുംബവും നമ്മുടെ ജീവിതമൊക്കെ നോക്കാൻ. അത് കഴിഞ്ഞ് രാത്രി എല്ലാം നിദ്രയിലായി. നമ്മുടെ ജീവിതം തന്നെയാണ് സ്പിരിച്വാലിറ്റി. അത് നമ്മൾ തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് കാര്യമുണ്ട് അങ്ങനെ അറിയണമെങ്കിൽ. എനിക്കറിയാവുന്ന എൻ്റെ ലൈഫിലെ അനുഭവങ്ങൾ ഞാൻ നിങ്ങളോട് ഇതേപോലെ പങ്കുവെക്കാം. അങ്ങനെ ഞാൻ ആ വിഗ്രഹം പ്രതിഷ്ഠിച്ചു. മനസ്സിൽ കണ്ട വിഗ്രഹം എനിക്ക് കിട്ടി. അങ്ങനെ ഞാൻ പ്രതിഷ്ഠിച്ചു. മുന്നോട്ട് പോകുമ്പോൾ എനിക്ക് ഇനിയും കുറേ പ്രശ്നങ്ങളുണ്ട്. ഞാൻ എന്താ ചെയ്യേണ്ടത് ഒന്നും അറിയില്ല. ABCD അറിയാത്ത ഒരാൾ. കാരണം ഞാൻ സാധാരണ ഒരു സിനിമ കണ്ട് അടിച്ചു പൊളിക്കുന്ന ഒരു സാധാ പയ്യൻ. എൻ്റെ മുമ്പിലേക്ക് എനിക്കറിയില്ല. പക്ഷെ ഇതിനൊപ്പം തന്നെ ഇപ്പോൾ ഈ കാണുന്ന ആൾക്കാർ പ്രേക്ഷകർ ചോദിക്കും, അപ്പോൾ നീ എങ്ങനെ നിൻ്റെ ജീവിതം കുടുംബം ഇതൊക്കെ നോക്കാൻ്റെ ചോദിക്കും. എല്ലാവരും ചോദിക്കും കുടുംബവും ജീവിതമൊക്കെ. ഞാൻ ആ സമയം തന്നെ എൻ്റെ ബിസിനസ്സും പല കാര്യങ്ങളും കൊണ്ടു നടന്നു. കാരണം സ്പിരിച്വാലിറ്റിയും പേഴ്സണൽ ലൈഫായിട്ട് ഒരു ബന്ധവും ഇല്ല. ഇത് ഒരാളൊരു രുദ്രാക്ഷം ധരിച്ചാൽ അവൻ സ്വാമിയായി. എന്താ പറയുന്നത്, ലൈഫ് സ്പിരിച്വാലിറ്റി ഇതൊക്കെ എല്ലാവരുടെയും ലൈഫിലും വേണം. അത് നമ്മുടെ ലൈഫിൽ മുന്നോട്ട് പോകാനുള്ള ഒരു ഊർജം, പോസിറ്റീവ് ഊർജ്ജമാണ്. അങ്ങനെ ചിന്തിച്ചാൽ മതി. അല്ലാതെ ഒരാൾ ചുമന്ന മുണ്ട് ധരിച്ചാൽ, കാവ്യ വേഷം ധരിച്ചാൽ ഇതായി, രാഷ്ട്രീയം കൊണ്ട് ഇതിലേക്ക് പലതും അല്ലെങ്കിൽ ഭ്രാന്തനായിട്ട് വെക്കുന്നുണ്ട്. ഇതൊന്നും അല്ല. നമുക്ക് ഇഷ്ടമുള്ളൊരു വേഷം ധരിക്കുന്നത് എന്ന് മാത്രമേ ഉള്ളൂ അതിൽ. പിന്നെ കുങ്കുമം, ചന്ദനം നമ്മൾ ഇത് തൊടുമ്പോൾ ഒരു പോസിറ്റീവ് ഊർജ്ജമാണ് നമ്മുടെ ലൈഫിൽ വരുന്നത്. നമ്മുടെ ജീവിത പ്രക്രിയയാണ്. അതായത് നമ്മുടെ ഈ പറഞ്ഞ സനാതന ധർമ്മം ആയാലും ഹിന്ദുത്വം ആയാലും എല്ലാം പറയപ്പെടുന്നത് നമ്മുടെ ജീവിത പ്രക്രിയയാണ്. അത് നമ്മളെ മുന്നോട്ട് നയിക്കാൻ വേണ്ടിയാണ്. ഇപ്പോൾ രാവിലെ ഒരു 5 മണിക്ക് എണീക്കണമെന്ന് പറയുന്നത് നമ്മുടെ ലൈഫിനെ മുന്നോട്ട് നീക്കാനാണ്. അപ്പോൾ ഇനിയും എൻ്റെ ലൈഫിൽ ഒരുപാട് അറിവുകൾ എനിക്ക് തന്നത് എല്ലാ മനുഷ്യരും ഒന്നാണെന്ന് എനിക്ക് മനസ്സിലായത് എൻ്റെ ജീവിതത്തിലൂടെയാണ്. അപ്പോൾ ഞാൻ അങ്ങനെ വിഗ്രഹം പ്രതിഷ്ഠിച്ച് എന്നോട് ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞു. നമ്മൾ പറഞ്ഞ പോലെ പോർക്കാളി, ദുർഗ, മഹാകാളി. ഇനി ഇവർ പൂജാരീതികൾ എന്നോട് പറഞ്ഞു, കർത്തവാവ് ദിവസങ്ങളിൽ ശാക്തേയ രീതി ചെയ്യണം. ഞാൻ കേട്ടിട്ടുണ്ട്, ശാക്തേയം എന്നല്ല ഞാൻ കേട്ടിരിക്കുന്ന ആ സ്ഥലത്ത് ചിക്കനും അതൊക്കെ വെക്കണമെന്ന് കേട്ടിട്ടുണ്ട്. ഇങ്ങനെ പല സ്ഥലത്തും വെക്കാറുണ്ടെന്ന് കേട്ടിട്ടുണ്ട്. അത് ആ ഒരു കർമ്മത്തെ ഞാൻ നെഗറ്റീവായിട്ടും പറയുന്നില്ല. കാരണം അതിനെക്കുറിച്ച് പറയണമെങ്കിൽ നമ്മുടെ ഭൂമിയിൽ ആദ്യം ഉണ്ടായത് എന്താണ്? ഈ പറഞ്ഞ നിവേദ്യങ്ങളൊന്നും അല്ലല്ലോ. ഇന്ന് കാണിക്കുന്ന നിവേദ്യങ്ങൾ ഇന്ന് കാണിക്കുന്ന ഒന്നും അല്ല. കാരണം ആര്യ ദ്രാവിഡന്മാരാണ് നമ്മുടെ പശ്ചാത്തലം നോക്കി കഴിഞ്ഞാൽ. അപ്പോൾ മളനായടൻ, മുത്തപ്പൻ, വീരഭദ്രൻ ഇവരൊക്കെ ആയിരുന്നു അന്ന്. അപ്പോൾ അന്ന് അവർക്ക് വെക്കാൻ പറ്റുന്ന എന്താണോ അത് അവർ വെക്കുന്നു. അത്രേ ഉള്ളൂ അവിടെ, അല്ലാതെ ഒന്നുമില്ല. അപ്പോൾ ഇനിയിപ്പോൾ ഈ ഒരു ചോദ്യത്തിൽ പലരും എന്നോട് ചിലപ്പോൾ തർക്കിക്കാൻ വരാം. എനിക്ക് ദൈവം എന്നോട് പറഞ്ഞൊരു കാര്യം വെച്ചാൽ, ഇപ്പോൾ തൈരും പാലും കുടിച്ചു കഴിഞ്ഞാൽ ഞാൻ ഒരാളോട് ദേഷ്യപ്പെടുന്നു.
അതിൻ്റെ എൻ്റെ ഉള്ളിലെ വെലോസിറ്റി ആക്സലേഷൻ, അല്ലാതെ ഇത് കുടിക്കണം ഇതൊന്നല്ല പറയുന്നത്. എൻ്റെ ശരീരത്തിലുണ്ടാകുന്ന ആ ഒരു എനർജി ലെവലല്ലേ, എൻ്റെ ഒരു ആക്സലേഷൻ, വെലോസിറ്റി, പവർ, എനർജി, ഇത് തന്നെ ഞാൻ ഈ പറഞ്ഞ ലിക്കറും ഇതൊക്കെ കുടിക്കുകയാണെങ്കിൽ എന്തായിരിക്കും അവസ്ഥ? ലിക്കറും ചിക്കനൊക്കെ ആണെങ്കിൽ ആ ഊർജ്ജം ഞാൻ അതിനുശേഷം ഞാൻ ഒരാളോട് സംസാരിക്കാൻ പോകുമ്പോൾ എൻ്റെ ഊർജ്ജം വ്യത്യാസമുണ്ട്. എൻ്റെ ഉള്ളിലെ ശരീരത്തിലെ ഊർജ്ജം, വെലോസിറ്റി, ആക്ഷൻ, ഈ പറയുന്ന സംഭവങ്ങൾ എന്തോ ഒരു വ്യത്യാസം അതിലുണ്ട്. നിങ്ങൾക്ക് തന്നെ ഫീൽ ആയിട്ടുണ്ടാവും. ഇനി പറയും മദ്യം തെറ്റാന്ന് ഞാൻ പറയട്ടെ, മദ്യം ഒരുപാട് നമ്മളെ കുടിക്കാൻ പാടില്ല. ഇതുകൊണ്ട് ഞാൻ കുടിക്കുന്നതെന്നല്ല പറയുന്നത്. ശാക്തയും നല്ലതാണ്, സ്വാർത്ഥയും നല്ലതാണ് അതിൻ്റേതായ രീതിയിൽ നോക്കുകയാണെങ്കിൽ. പക്ഷേ പലരും അങ്ങനെയല്ല ചെയ്യുന്നത്. ശാക്തി എന്ന് പറഞ്ഞിട്ട് എല്ലാവരും കുടിച്ചുകൊണ്ടേയിരിക്കുന്ന അവസ്ഥയാണ്. നമ്മൾ ദൈവത്തിനാണ് നിവേദ്യം കൊടുക്കുന്നത്, നമ്മളല്ല കുടിക്കേണ്ടത്. പല സ്ഥലത്തും കാണുന്നത് കുറച്ച് നിവേദ്യം അവിടെ വെച്ചിട്ട് ബാക്കിയെല്ലാം പലരും കുടിക്കുന്നു. അപ്പോൾ അതല്ല, നമ്മൾ ആ രീതി ചെയ്യുമ്പോൾ അവിടെ ദൈവത്തിൻ്റെ ഊർജ്ജത്തിന് വ്യത്യാസം വന്നിട്ടുണ്ടാവും. നമ്മൾ സ്വാർത്ഥിക രൂപത്തിൽ ചെയ്യുന്ന ഊർജ്ജവും ശാക്തത്തിലെ ഊർജ്ജവും വ്യത്യാസമുണ്ട്. എനിക്ക് അങ്ങനെയാണ് മനസ്സിലായത്. അപ്പോൾ എൻ്റെ പിന്നീട് ലൈഫിൽ ഞാൻ മുന്നോട്ട് പോകുമ്പോൾ എനിക്ക് പല കാര്യങ്ങൾക്കും എന്ത് ചെയ്യണമെന്ന് അറിയില്ല. അപ്പോൾ എൻ്റെ ഒരു കൂട്ടുകാരൻ നമുക്കൊന്ന് പഴനി പോകാമെന്ന് പറഞ്ഞു. ഞാൻ ജസ്റ്റ് ഫ്രണ്ടായിട്ട് അടിച്ചുപൊളി യാത്രയായിട്ട് ഒരു പഴനി ട്രിപ്പ് വെച്ചു. നമുക്കൊന്ന് ട്രിപ്പ് പഴനി ചെയ്തിട്ട് വരാം. പക്ഷെ ആ യാത്രയിൽ ഞാനറിയാത്ത ഒരു അതിഥി എൻ്റെ ലൈഫിലേക്ക് വന്നു. ഒരു സാധാരണ കച്ചവടക്കാരൻ, മാലയ്ക്കൊക്കെ വെക്കുന്ന കച്ചവടക്കാരൻ. അപ്പോൾ എൻ്റെ ഫ്രണ്ടിൻ്റെ കയ്യിൽ മാല കൊടുത്തു. എൻ്റെ കയ്യിൽ ഒരു ശാലഗ്രാമം തന്നു. ഞാനിത് കേട്ടിട്ടുണ്ട്, കാരണം എൻ്റെ അമ്മാവൻ ഈ ജ്യോതിഷഗ്രന്ഥം വായിക്കണം. അപ്പോൾ അതിൽ കേട്ടിട്ടുണ്ട് ഇത് വിഷ്ണുവിൻ്റെ സംഭവം എന്നാണ്. എനിക്ക് അത്ര അറിയുള്ളൂ, അങ്ങനെ എന്തോ ഞാനും അറിഞ്ഞിട്ടുള്ളൂ. അപ്പോൾ ഞാനോട് പറഞ്ഞു, ഇത് ഞാൻ കേട്ടിട്ടുണ്ട്, എനിക്ക് വേണ്ട സാധനം തിരിച്ചു കൊടുത്തോളാൻ പറഞ്ഞു. ഈ പറയുന്ന വ്യക്തി സാധനം എൻ്റെ കയ്യിൽ നിന്ന് തിരിച്ചെടുക്കുന്നില്ല. എനിക്കൊരു ബാധ്യതയായിട്ട് എൻ്റെ കയ്യിൽ വന്നു ഒരു ശാലഗ്രാമം. ഞാൻ പറഞ്ഞു എനിക്ക് താല്പര്യമില്ല, കാരണം എനിക്ക് ഇതിൻ്റെ ആവശ്യമില്ല, ഞാൻ എന്തിനാണ് ഇത് വെക്കുന്നത് എൻ്റെ കയ്യിൽ. ഈ പറയുന്ന വ്യക്തി ഒരു രീതിയിലും എൻ്റെ കയ്യിൽ നിന്ന് സാധനം എടുക്കുന്നില്ല. എന്നിട്ട് എൻ്റെ കൂട്ടുകാരൻ്റെ ആ മാല തിരിച്ചെടുത്തു. അയാൾ കച്ചവടക്കാരനാണെങ്കിൽ തിരിച്ചെടുക്കില്ലല്ലോ. അവനെ മാല മേടിക്കണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു, പക്ഷെ അവനെ കൊണ്ട് അത് മേടിപ്പിച്ചുമില്ല. എൻ്റെ കയ്യിൽ ഈ സാധനം തരുക എന്ന ലക്ഷ്യം മാത്രം. ഞാൻ പറഞ്ഞു എനിക്ക് സാധനം വേണ്ട, ഇത് മേടിച്ച് വെക്കണം എന്നൊന്നും എനിക്ക് താല്പര്യമില്ല. അപ്പോൾ അയാൾ പറഞ്ഞു ഇത് താങ്കൾക്ക് തരാൻ വേണ്ടിയാണ് ഞാനിവിടെ വന്നത്. ഞാൻ പറഞ്ഞു ഓക്കെ. അങ്ങനെ ദേഷ്യം പണി സാധനം ഞാൻ ബാഗിലേക്ക് ഇട്ടിട്ട് ചോദിച്ചു എത്ര പൈസ വേണ്ടത്? പൈസയ്ക്ക് വേണ്ടിയല്ലേ, പിടിച്ചോ എന്ന് പറഞ്ഞു. എനിക്ക് താങ്കൾ ഒന്നും തരണ്ട, ദക്ഷിണായിട്ട് 1 രൂപ തന്നാൽ മതി, എനിക്ക് ഇവിടെ നിന്ന് പോകണം. അത് താങ്കൾ 1 രൂപ ദക്ഷിണ തന്നാൽ ഞാനിവിടെ നിന്ന് യാത്രയാവും. ഞാൻ എൻ്റെ കയ്യിൽ 1 രൂപ എടുത്ത് കൊടുത്തു. കാരണം അത് ചുമ്മാ ഒരു കല്ല്, അത്രയും ഞാൻ ചിന്തിച്ചിട്ടുള്ളൂ. കേട്ടിട്ടുണ്ട് ശാലഗ്രാമമായിട്ട് പൂജിക്കുമെന്ന്, അത്രയും എനിക്കറിയുള്ളൂ, എനിക്ക് അത്ര അറിയുള്ളൂ. ഞാൻ അന്ന് രാത്രി ഉപാസനയിൽ ദേവിനോട് പറഞ്ഞു, ഇത് ശിവത്വമാണെന്ന് പറഞ്ഞു. നിനക്ക് എൻ്റെ ഊർജം ഒരു വീട്ടിലല്ല വെക്കുന്നത്, ഈ രൂപ, അതുകൊണ്ടായിരിക്കാം. എനിക്ക് പിന്നീടാണ് മനസ്സിലായത് ഞാൻ വെച്ചതിൻ്റെ പവരും അതിൻ്റെ ഊർജവും. ഞാൻ വെച്ചിരിക്കുന്നത് പടിഞ്ഞാറോട്ടാണ്. അത് എന്നെ ആരോ വെപ്പിക്കാണ്, അല്ലെങ്കിൽ ഞാൻ പടിഞ്ഞാറോട്ട് മുഖദർശനം വെച്ചു. അത് തന്നെ ഉഗ്രരൂപമാണ്. അപ്പോൾ ആ ഉഗ്രരൂപത്തെ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി, ആ എനർജി മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി അത് ശിവനായിട്ട് പൂജിക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാനത് ശിവനായിട്ട് ഇവിടെ പ്രതിഷ്ഠിച്ചു. അങ്ങനെ എൻ്റെ ലൈഫ് വീണ്ടും ശിവമയത്തിലൂടെ കാളിമയത്തിലെത്തുന്ന ഒരു അവസ്ഥ. കാരണം അങ്ങനെ ഒരുപാട് ഞാൻ അവരിലൂടെയാണ് ഞാൻ അറിയുന്നത്. ഇനി നമുക്ക് കുറേയും കൂടി പറയാനുണ്ട്, പെട്ടെന്നൊന്നും തീരില്ല എൻ്റെ ലൈഫ്, കാരണം ഒരു 15 വർഷം എടുത്തതല്ലേ. അപ്പോൾ ഇനി ബാക്കിയുള്ള കാര്യങ്ങൾ ഞാൻ അടുത്ത എപ്പിസോഡിൽ ഞാൻ നിങ്ങളോട് പറയാം. കൂടുതൽ വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അടുത്തുള്ള ബെൽ ബട്ടണും കൂടി പ്രസ് ചെയ്യുക.